ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. കരൾ നമുക്ക് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ആമാശയം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ഹൃദയത്തെ നമ്മുടെ പ്രവർത്തനം മൂലം നമ്മൾ താറുമാറാക്കിയാൽ അല്ലാഹു നൽകിയ അപാരമായ അനുഗ്രഹമായ ഹൃദയമില്ലേ, ആ ഹൃദയത്തിന്റെ മുമ്പിൽ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫനാ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖ വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ. രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ 4 കാര്യത്തിന് മറുപടി പറഞ്ഞല്ലാതെ ഒരു കാൽപാദം പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ല. അതിൽ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്നേതാ, വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ. കള്ള് കുടിച്ച് ഹൃദയം താറുമാറ് വരുത്തിയ ചെറുപ്പക്കാരാ, കല്ല് കുടിച്ച് കരളിന് താറുമാറ് വരുത്തിയ ചെറുപ്പക്കാരാ, കല്ല് കുടിച്ച് നിന്റെ ദഹനേന്ദ്രിയം താറുമാറാക്കി കളഞ്ഞവനെ, റബ്ബിന്റെ മുമ്പിൽ വെച്ച് ഇതിന് മറുപടി പറയാതെ അല്ലാഹു ഒരു കാൽപാദം പോലും മുന്നോട്ട് വെക്കാൻ അനുവദിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കുടിച്ചിട്ട് എന്റെ ഹാർട്ട് കേടുവന്ന മുസ്ലിയാർക്കെന്താ? മുസ്ലിയാർക്കല്ല, നിനക്ക് തന്നെയാ തകരാറ്. അല്ലാഹുവിന്റെ മുമ്പിൽ നീ എന്തിനാ ഹാർട്ട് കേടുവരുത്തി എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബോധം നൽകട്ടെ. എല്ലാ പ്രത്യാഘാതങ്ങളും ചെറിയ രീതിയിൽ പറഞ്ഞു പോവുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും മദ്യം കാർന്നു തിന്നുകയാണ്, മയക്കുമരുന്നുകൾ നശിപ്പിച്ചു കളയുകയാണ്. എന്നാൽ രണ്ടാമത്തെ ആയത്തുണ്ടല്ലോ ഈ വിഷയത്തിൽ, രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് മദ്യം ഏറ്റവും സാരമായി ബാധിക്കുന്നത് മനുഷ്യന്റെ ചിന്താമണ്ഡലത്തെയാണ്. തലച്ചോറിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാമതായി പറഞ്ഞതെന്താ? വലാ തഖറബുസ് സ്വലാത വഅൻതും സുകാരാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ ആയത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അള്ളാഹുവിനോട് പറഞ്ഞല്ല, റബ്ബേ പോരാ, മദ്യത്തെക്കുറിച്ചുള്ള വിശദമായി വിശകലനം ഞങ്ങൾക്ക് നൽകണം. ആ സമയത്ത് റബ്ബ് രണ്ടാമതായി ഇറക്കിക്കൊടുത്തത്, രണ്ടാമതിറങ്ങിയ ആയത്ത് ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാരാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. ഇതാണല്ലോ അതിന്റെ പ്രധാന ഭാഗം. എന്താ പറഞ്ഞത്? നിങ്ങൾ നിസ്കാരത്തോട് അടുത്തു പോകരുത്. വഅൻതും സുകാരാ, നിങ്ങൾ മദ്യപിച്ചിരിക്കെ, നിങ്ങൾ മത്ത് പിടിച്ചവരായിരിക്കെ നിങ്ങൾ നിസ്കാരത്തോട് അടുക്കരുത്. മത്ത് പിടിച്ചവരെന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചവരായിരിക്കുന്നല്ല. അതായത് അതേത് രീതിയിലുള്ള മയക്കുമരുന്ന് പ്രയോഗവും അതിന്റെ പരിധിയിൽ വരുന്നതാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന എല്ലാം ഹറാമാണ്. അപ്പൊ നിങ്ങൾ മദ്യപിച്ച് നിസ്കാരത്തോട് അടുക്കരുത്. എന്നിട്ട് എന്താ കാരണം പറഞ്ഞത്? ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നവരെ, മനസ്സിലാക്കുന്നവരെ. അപ്പൊ മദ്യത്തിന്റെ രണ്ടാമത്തെ പ്രത്യാഘാതം വളരെ ഗൗരവമുള്ള പ്രത്യാഘാതം ഏതാ? ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് മനുഷ്യന്റെ ചിന്താമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. ചിന്താമണ്ഡലത്തെ ബാധിക്കുന്നു. അഖല് എന്ന് പറയുന്നത് ബുദ്ധി അല്ലാഹു തന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. ബുദ്ധി രാജാതിരാജനായ റബ്ബ് തന്ന ഏറ്റവും വലിയ ഔദാര്യമാണല്ലോ ബുദ്ധി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ബുദ്ധിയൊക്കെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബേ, അതിന് ശുക്ർ ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. രണ്ടാമതായി മദ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ്? ഏറ്റവും പ്രത്യാഘാതം സൃഷ്ടിക്കുന്നത് തലച്ചോറിലാണ്. തലച്ചോറാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായി നിലകൊള്ളുന്നത്. അതാ ഖുർആൻ പറഞ്ഞത്, അത് നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ റബ്ബിനോടാണ് മുനാജാത്ത് നടത്തുന്നത്, അല്ലേ? പ്രപഞ്ചനാഥനായ അല്ലാഹുവിനോടാണ് നിങ്ങൾ മുനാജാത്ത് നടത്തുന്നത്. നിസ്കാരം അങ്ങനെയാണല്ലോ.
ആ മുനാജാത്തിൽ റബ്ബിനോട് എന്താ നിങ്ങൾ പറയുന്നത് എന്ന് ശരിക്ക് ബോധത്തോടുകൂടെയാവണം അള്ളാഹുവിനോട് സംസാരിക്കേണ്ടത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച റബ്ബേ ഹിദായത്ത് തരണേ. നിസ്കാരത്തിലെ പ്രധാനമായ ഒരു വിഷയമാണല്ലോ. നിങ്ങൾ പറയുന്നത് ശരിക്കറിഞ്ഞു വേണം നിങ്ങൾ നിസ്കരിക്കാൻ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആൻ. അതിന് മദ്യം തടസ്സമാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മദ്യം കുടിച്ചാൽ നിങ്ങളുടെ ബുദ്ധിയുടെ ലെവൽ തെറ്റിപ്പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത് എന്നാ പറഞ്ഞത്. അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കും. അപ്പൊ പിന്നെ വേറെ എല്ലാരോടും സംസാരിക്കുമ്പോൾ തെറ്റ് സംഭവിക്കും. അള്ളാഹിനോട് സംസാരിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചാൽ ഒരുപക്ഷെ പടച്ചറപ്പ് പുറത്തു നിന്ന് വന്നേക്കാം. എന്നാ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചാലോ അത് ജനങ്ങൾക്കിടയിലുള്ള പെരുമാറ്റത്തിലും പ്രകൃതിയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടവരും. അല്ലേ? ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളിൽ വരെ ഏർപ്പെടുന്നത് ചില ആളുകളുടെ വാക്കിലാണല്ലോ. ചെറിയൊരു വാക്കിലാണ് യുദ്ധമുണ്ടാവുക, ചെറിയൊരു വാക്കിലാണ് കലഹമുണ്ടാവുക. അപ്പൊ മദ്യം നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുന്നത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. എന്താ വൈദ്യശാസ്ത്രം പറയുന്നത്? ഒരാൾ മദ്യപിക്കുമ്പോൾ ആ മദ്യം ആദ്യം ബാധിക്കുന്നത് അയാളുടെ ബ്രെയിനിനെയാണത്രേ. അതായത് തലച്ചോറിലെ സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ സെറിബ്രല്ലത്തിലാണ് മദ്യം പ്രവർത്തിക്കുന്നത്. അത് മുഖേന അയാളുടെ ബാലൻസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മദ്യപാനി മദ്യപിച്ചാൽ പിന്നെ അയാൾ വിചാരിക്കുന്ന പോലെ അയാളുടെ ശരീരം ഒതുക്കാൻ അയാൾക്ക് കഴിയാത്തത്. രണ്ട്, അയാളുടെ സംസാരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. സംസാരത്തിന്റെ ബാലൻസ് ഞാൻ ഇപ്പോഴും ഓർത്തു പോവാ. ഞാൻ ഇത് പറയുമ്പോ ഞാൻ ഓർത്തു പോകുന്നത്, ഞാൻ ഒരിക്കൽ മട്ടന്നൂരിലേക്ക് വരുമ്പോ തലശ്ശേരി മട്ടന്നൂർ റൂട്ടിൽ ഒരു കള്ളുടിയൻ അന്ന് ബസ് കയറിയിട്ടുള്ള മുഴുവൻ ചീത്തയോ. ഡ്രൈവറേയും പഠിച്ചിട്ടില്ല. ബാക്കിലൂടെ കയറിയിട്ട് മുമ്പിലെത്തിയണോ. എന്നിട്ട് ഡ്രൈവറോട് പറയാം, എടാ നമുക്ക് അപ്പൊ ഓന്റെ നാവ് പിടിച്ചെടുത്ത് കിട്ടില്ല. എന്നിട്ട് അന്ന് ഈ മോഹൻലാലിന് ലെഫ്റ്റ് കേണൽ പദവിയേറ്റ് കിട്ടിയ ദിവസമാണ്. അപ്പൊ ഇയാള് മമ്മൂട്ടിന്റെ ആളാന്നാ തോന്നുന്നത്. ഇയാള് പറയാ ഡ്രൈവറോട്, അതാ നായ, എന്താ നായ ഒരു കാരണമില്ലാതെ എന്താ നായ, നിന്റെ മോഹൻലാൽ അവൻ പറഞ്ഞെന്താ, എന്റെ മമ്മൂട്ടി സാർക്കും ലെഫ്റ്റ് കാനൽ പതിവാണ്. പറയണോ നാവ് പിടിച്ചിട്ട് കിട്ടില്ല. ശാസ്ത്രം പറയുന്നത് അവന്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതമാണത്. ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അതേപോലെ സംസാരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. നിങ്ങൾ കഴിഞ്ഞ മാസം പത്രത്തിൽ വായിച്ചോന്നറിയില്ല, ദുബായിൽ ഒരു ചങ്ങായി വേറൊരു പെണ്ണിന്റെ ഫ്ളാറ്റിൽ പോയി കടന്നുറങ്ങി. പോലീസ് പിടിച്ചു. പത്രത്തിൽ വന്നതാണല്ലോ. പോലീസ് പിടിച്ചിട്ട് ഇവനെ ശിക്ഷിക്കാൻ നോക്കുമ്പോ ഇവന് ബോധപൂർവം കടന്നതല്ല. അപ്പൊ മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് ബോധമില്ലാതൊരു പെണ്ണിന്റെ റൂമിൽ കയറി കിടന്നതാണ്. തലച്ചോറിൽ പ്രത്യാഘാതമുണ്ടാക്കുന്നു. വിശുദ്ധ ഖുർആനാൻ തലച്ചോറ് ബുദ്ധി അല്ലാഹു നൽകി ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ബുദ്ധി ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളിവിടെ ഇരുന്നിട്ട് കൂക്ക് വിളിക്കാത്തതുകൊണ്ടാ, അത് വയലിന്റെ സദസ്സാന്നറിഞ്ഞതുകൊണ്ടാ. എന്നാൽ കൂക്ക് വിളിക്കുന്ന സദസ്സാണെങ്കിൽ അവിടെ കൂക്ക് വിളിക്കും. വയലിന്റെ സദസ്സാകുമ്പോ അവിടെ സ്വലാത്ത് ചൊല്ലും, ദിക്ർ ചൊല്ലും, ആമീൻ ചൊല്ലും. ഇതൊക്കെ എന്തുകൊണ്ടാ? നമ്മുടെ ബുദ്ധി കൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മയാരാ, മകളാരാ, ഭാര്യ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ ബുദ്ധി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ബുദ്ധിയിലാണ് ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. നാണക്കേടെന്ന് പറയട്ടെ, ഞാൻ ലജ്ജയോടെയാ പറയുന്നത്. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, കണ്ണൂർ ജില്ലയിൽ നിന്നൊരു മുസ്ലിം പിതാവിനെയല്ലേ തലശ്ശേരി കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് ജഡ്ജി ചോദിച്ചത്, എന്തേ എന്നും മദ്യപിച്ചു വന്ന് തന്റെ ഭാര്യയെ സമീപിക്കേണ്ടതിന് പകരം മകളെ സമീപിക്കും വർഷങ്ങളോളം. അവസാനം വെളിച്ചത്തായി കോടതി കൊണ്ടുവന്ന് ചോദിച്ചതെടാ, ഖുർആൻ വായിക്കാറില്ലേ എന്ന. ജഡ്ജി മുസ്ലിമല്ല. ഖുർആൻ എന്ന മഹ്റജ് ഉച്ചരിച്ച് പറയാനായിട്ട് കഴിയില്ലല്ലോ. ഖുർആൻ വായിക്കാറില്ലേ എന്നായിരുന്നു ജഡ്ജി ചോദിച്ചത്. ഞാൻ ആലോചിക്കുന്നു, ഒരു റമദാനിലായിരുന്നില്ലേ ഇതിന്റെ വിസ്താരം നടന്നത്? ബുദ്ധിയെയാണ് മദ്യം ബാധിക്കുന്നത്. അത് അപകടം ചെയ്യുകയാണ്. ഓർമ്മക്കുറവ് സംഭവിച്ച 100 പേരിൽ ശാസ്ത്രം പഠനം നടത്തിയപ്പോ അതിൽ 20 പേരും സ്ഥിരമായി മദ്യപിക്കുന്നവരാണ്. എന്നിട്ട് ശാസ്ത്രം പറഞ്ഞു, മദ്യപിക്കുന്നവരിൽ 20% ആളുകളെയും ഓർമ്മക്കുറവ് എന്ന് പറയുന്ന രോഗം നേരത്തെ ബാധിക്കുന്നു. അതേപോലെ ഉറക്കത്തെ ബാധിക്കുന്നു.
ബാധിക്കുന്നുണ്ട് മദ്യം. ഉറക്കവും തലച്ചോറും തമ്മിൽ വലിയ ബന്ധമുണ്ടല്ലോ, മനസ്സുമായി വലിയ ബന്ധമുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞത് വജഅൽനാ നൗമകും സുബാത, നിങ്ങളുടെ ഉറക്കിനെ നാം നിങ്ങൾക്ക് വിശ്രമമാക്കിയിരിക്കുകയാണ് എന്നാണ്. ഉറക്ക വലിയ വിശ്രമമാണെന്നാൽ മദ്യപാനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ മദ്യപാനി കണ്ണടച്ച് കിടക്കണതോ കൂർക്കം വലിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ, അത് ഉറക്കം മുഖേനമുള്ള കൂർക്കം വലിയല്ല. മദ്യപിക്കുന്നത് കാരണം തൊണ്ടയുടെ അന്നനാളം, തൊണ്ടയുടെ ഭാഗങ്ങൾ വികസിക്കും. ആ വികസിക്കുന്നത് മുഖേന ശ്വസനനാളത്തിലേക്ക് ചെറിയ ശ്വാസ തടസ്സം നേരിടുന്നത് കൊണ്ടാണ് മദ്യപാനിക്ക് കൂർക്കം വലിയുണ്ടാകുന്നത്. അതേപോലെ ജീവകങ്ങളുടെയും പോഷകങ്ങളുടെയും കുറവ് മദ്യപാനിയുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അത് മുഖേന മദ്യപാനിയിൽ ഒരു അസാധാരണമായ പെരുമാറ്റം. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ മാരകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. എന്നാൽ ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കൊണ്ട് അസാധാരണമായ പെരുമാറ്റം ഉണ്ടാകും. മദ്യപാനിയിൽ ശ്രദ്ധക്കുറവ് ധാരാളം ഉണ്ടാകും, സ്ഥലകാല വിഭ്രാന്തി ഉണ്ടാകും. അതേപോലെ തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ട് കണ്ണിന് ചലനമാന്ദ്യം സംഭവിക്കും. കൈകാലുകളിൽ ബാധിക്കുന്ന പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന രോഗം തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ്. കൈകാലുകളിൽ വ്രണം പ്രത്യക്ഷപ്പെടലാണ്. ആ വ്രണം പ്രത്യക്ഷപ്പെടുന്നത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന രോഗത്തിന്റെ അടയാളം. അത് മുഖേന തലച്ചോറിന്റെ നാഡിഞരമ്പുകൾക്കിടയിലോ തലച്ചോറിന്റെ ഭിത്തികൾക്കിടയിലോ ആ ഭിത്തികളുടെ പരിസരത്തുമായി രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തലച്ചോറിനെ മദ്യം മാരകമായി ബാധിച്ചു കഴിഞ്ഞാൽ അത് മാനസികമായ രോഗത്തിലേക്ക് ചെന്നെത്താൻ ഇടവരും. ശക്തമായ ഉത്കണ്ഠ ഉണ്ടാകും. അതേപോലെ ചെറിയ ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ പിന്നെ അയാൾ മദ്യപിക്കുന്ന ആളാണോ, ടെൻഷൻ തീർക്കാൻ അയാൾക്ക് കൂടുതൽ മദ്യപാനത്തിന് പ്രചോദനമാവും. കൂടുതൽ മദ്യപാനം ശരീരത്തിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ വീണ്ടും ഉണ്ടാക്കി തീർക്കും. പാനിക് ഡിസോർഡർ എന്ന് പറയും വൈദ്യശാസ്ത്രം. രണ്ടാമത്തെ പ്രത്യാഘാതം തലച്ചോറിനെ ബാധിക്കുന്നത് കഠിനമായ മാനസിക അസ്വസ്ഥത ഉണ്ടാകുമാറിൽ മദ്യപാനികളിൽ. ഇതൊക്കെ തലച്ചോറിനെ ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ മുഖേനയാണ്. ഈ ശക്തമായ കഠിനമായ മാനസിക അസ്വസ്ഥത കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താ? ശക്തമായി നെഞ്ചിടിപ്പുണ്ടാകും, കൂടെ കൂടെ വിയർപ്പുണ്ടാകും, തൊണ്ട വരണ്ടു പോകും, തലകരക്കമുണ്ടാകും, കടുത്ത പരിഭ്രാന്തി ഉണ്ടാകും, എവിടെ നിൽക്കാൻ കഴിയില്ല, വലിയ ബേജാറും പേടിയും തോന്നും, മനസ്സിന്റെ താളം തെറ്റും. താളം തെറ്റുമ്പോൾ ഒരുപക്ഷെ അവർ സ്ഥിരമായ മാരക മാനസിക രോഗികളായി മാറാനിടയുണ്ട്. അള്ളാഹു തന്ന ബുദ്ധി നശിപ്പിച്ചു കളഞ്ഞാൽ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റു ജീവജാലങ്ങളിൽ നിന്ന് അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവന്റെ ബുദ്ധി. ആ ബുദ്ധി ഒരാൾ നശിപ്പിച്ചു കളയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തെ നശിപ്പിച്ചു കളയലാണ്. ഈ രീതിയിലെല്ലാം മദ്യം ഒരാളുടെ തലച്ചോറിനെ, മനസ്സിനെ ബാധിക്കുകയാണ്. രണ്ടാമത്തെ പ്രത്യാഘാതമാണിത്. എന്നാ ഇനി കേട്ടോളൂ, മൂന്നാമത്തെ പ്രത്യാഘാതം എന്താ? നല്ല ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ, ഗൗരവമുള്ള വിഷയമാണ്. മൂന്നാമത്തെ പ്രത്യാഘാതം, ഈ മദ്യപിക്കുന്ന ശരീരത്തിൽ മാത്രമല്ല പ്രത്യാഘാതം ഉണ്ടാകുന്നത്, സമൂഹത്തെയും ആ പ്രത്യാഘാതം ബാധിക്കുകയാണ്. അതാ വിശുദ്ധമായ ഖുർആൻ മൂന്നാമത് ഇറങ്ങിയ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ. പിശാചിന്റെ പ്രവർത്തനമാണ് മദ്യപാനം. അതിലൂടെ പിശാച് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന്റെ അന്തരാളങ്ങൾ ശത്രുത വളർത്തുകയാണ്, വിരോധമുണ്ടാക്കി തീർക്കുകയാണ്. അത് മുഖേന സമൂഹത്തിൽ മദ്യപാനം മാരകമായ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ